എന്റെ അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഈ പ്രതിപക്ഷ നേതാക്കളുടെ പോലെ എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കാൻ നമ്പർ 1 പുള്ളി. ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ മമ്മി ഒരു നല്ലൊരു മീൽ ഉണ്ടാക്കി നല്ലൊരു ഡിഷ് ഉണ്ടാക്കി എന്നാലും പുള്ളി കുറ്റം കണ്ടുപിടിക്കും. പിന്നെ പറയും പുള്ളി പറയുന്നത് കുറ്റം പറഞ്ഞ കഴിച്ചാലേ പുള്ളി തൃപ്തിയാവുള്ളൂ. എന്റെ പപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പയ്ക്ക് ഭയങ്കര ഫോക്കസാണ്. ഈ ഫോക്കസ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ഒരു അരമണിക്കൂർ ജോലി ഉണ്ടെന്ന് വെച്ചു, അപ്പൊ അതിനു മുമ്പ് പപ്പ ഒരു 5 മിനിറ്റ് ധ്യാനിക്കും. എവിടെ? കട്ടിലിന്മേൽ കിടന്നു കൂർക്കം വലിച്ച് പപ്പ ധ്യാനിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പപ്പ ഈ അരമണിക്കൂറല്ല 2 മണിക്കൂർ വേണമെങ്കിലും അങ്ങ് വർക്ക് ചെയ്തു. ലോകം ഇടിങ്ങണാലും പപ്പേനെ ആ ധ്യാനത്തിൽ നിന്ന് ആർക്കും എഴുന്നേൽപ്പിക്കാൻ പറ്റും. എന്റെ പപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഫടികം സിനിമയില്ലേ, അതിന്റെ തിലകനും പോലെയാണ്. ഒരുപാട് സ്ട്രിക്റ്റ് ആണ്, പക്ഷെ സമയത്തിനെ കുറിച്ച് എന്റെ പപ്പയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി സമയമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ കുരിശ് വരയ്ക്കുകയാണെങ്കിലും, എസ്പെഷ്യലി നമ്മൾ എവിടെയും പോവുകയാണെങ്കിലും, അഥവാ ഞാനും പപ്പ എവിടെയും പോവുകയാണെങ്കിൽ ഞാൻ ഒരിച്ചിരി നേരം ലേറ്റ് ആയി കഴിഞ്ഞാൽ പപ്പ എന്നെ വിട്ടിട്ട് പോകും. Talking about my dad, he's a very funniest person on the planet. He's a very cool guy. He does a lot of silly jokes. No matter how problematic the situation is, he'll always make it funny. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്റെ പപ്പ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരു ഫീൽഡിനെ കുറിച്ചാണ്, കൂർക്കം വലി. ഒരിക്കലും ഞങ്ങൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പപ്പയ്ക്ക് ഏറ്റവും മേലത്തെ കമ്പാർട്ട്മെന്റ് പപ്പയുടെ ഓപ്പോസിറ്റ് വേറെ ഒരാളായിരുന്നു. സോ ഒരു 10-11 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ നെറ്റി എഴുന്നേറ്റു. അപ്പൊ നോക്കിയപ്പോ എന്റെ പപ്പയും ആളുകൾ വാദിച്ച് കൂർക്കം വലിയായിരുന്നു. ഒരാൾ തുടങ്ങുമ്പോ ഇഞ്ഞൊരാൾ നിർത്തും, ഇഞ്ഞൊരാൾ തുടങ്ങുമ്പോ ഇഞ്ഞൊരാൾ നിർത്തും. അതുപോലെ ഡാഡി 16 or 18 ഇയേഴ്സ് ആയിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ബാംഗ്ലൂരിലോട്ട് വരിക. പുള്ളിയുടെ കയ്യിൽ ഒരു മുണ്ട്, 2 മുണ്ടിന്റെ തുണി, ഒരു മുണ്ടും ഒരു പൈസ ഇല്ലാതെ വെറും ഒരു കൊല ഏത്തക്കയും കൊണ്ട് വന്ന. പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഫോൺ ഇല്ലായിരുന്നു, ഒരു പുതിയ ചപ്പൽ, റബ്ബർ ചപ്പൽ അപ്പച്ചൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ പുള്ളി എപ്പോഴും എന്നോട് പറയും, നിനക്ക് ഒരു ധൈര്യമില്ലോടെ എന്നെയൊക്കെ കണ്ടുകൂടായിരുന്നോ, ഞാൻ ഈ ചെറുപ്പത്തിൽ ഇതൊക്കെ ചെയ്താണ്. ഇതൊക്കെ കേട്ട് ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയം എന്റെ ഫ്രണ്ട് ബസ്സിൽ പോകാൻ നേരം ബസ്സിൽ പോയി ഞാൻ ബായ് പറയാൻ പോയതാണ്. ആ ബായ് പറയാൻ പോയ സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ ഫോൺ മാത്രമുണ്ട് 20% ചാർജില്, വാളറ്റ് ഇല്ല, ID കാർഡ് ഇല്ല, ഒരു പ്രൂഫും ഇല്ല. ഞാൻ ആ ബസ്സിൽ കയറി രാവിലെ വന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചു, നിന്റെ പപ്പയും മമ്മിയും നിന്നെ വഴക്ക് പറഞ്ഞില്ല ഇങ്ങനെ ഇത്ര റിസ്ക് ആയിട്ട് വന്നതിനെന്ന്. ഞാൻ ആ ഡോറ് തുറന്നപ്പോ ഡാഡി പറഞ്ഞു, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഡാഡിയെ പോലെ കയറി വന്നപ്പോ ഡാഡി എന്നോട് ആകെ ചോദിച്ചത്, പക്ഷെ നിന്റെ കയ്യിൽ ഏത്തക്കയില്ലായിരുന്നില്ല. ദിവസം മമ്മിയും പപ്പയും ചെറിയ വഴക്കിലിരിക്കാണ്. അപ്പൊ മമ്മി ഒരു ദിവസം വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടിയെന്ന്. അപ്പൊ പപ്പ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല, ആ വഴക്കിന്റെ ആ ഒരു ദേഷ്യത്തിൽ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്റെ മമ്മി വന്ന് ചോദിച്ചു, മനുഷ്യ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ, എന്തെങ്കിലും ഒന്ന് പറ. പപ്പ പറയാം, എനിക്ക് കുറച്ച് മനസ്സമാധാനം കഴിക്കാൻ തരുമോ, എനിക്ക് അത് മതി. അങ്ങനെ പറഞ്ഞ് അന്നത്തെ ആ വഴക്ക് അങ്ങനെയാണ് സോർട്ട് ഔട്ട് ആയത്. With my dad, it's like a roller coaster of funny experiences. And my dad is not an emotional person. He isn't. Except when it comes to Shah Rukh Khan dying in Kal Ho Na Ho, or when Shah Rukh Khan leaves the home in Kabhi Khushi Kabhi Gum, or when Monish Behl leaves the home in Hum Saath Saath Hai. I may be falling down anywhere and my dad will not look at me. But when Shah Rukh Khan leaves the house, my daddy will cry. And that's my father. എനിക്ക് ആദ്യമായിട്ട് ഒരു മൊബൈൽ വാങ്ങിച്ചു തരുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ നേരത്ത് മൊബൈൽ നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഒരു 9 o'clock കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തൊരു 10 o'clock വരെ എക്സ്റ്റെൻഡ് ആവും. പക്ഷെ അപ്പച്ച ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഡീസെന്റ് ആയിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ട് വീഡിയോ ഇട്ടില്ല, അതുകൊണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇരിക്കുന്നത്. To my 12th standard, I really wanted to get into an engineering college, but my grades weren't good enough for that college. So it was during this time that my dad said me, and his exact words were, "You want this college, I'll get it for you." And exactly 48 hours later, I had a letter in my hand stating that I'd been admitted to that college with the course and the branch of my choice.
സെമിനാരിൽ ചേരാറായപ്പോൾ ഞാൻ അപ്പോഴോട് പറഞ്ഞു ഞാൻ വളരെ പക്വതയായി, എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇടാനുള്ള ഷർട്ടും ട്രൗസറൊക്കെ അപ്പനിട്ട് തന്നിരുന്നുകൊണ്ട് അന്ന് എനിക്ക് അനുവാദം തന്നു ചാലക്കുടിയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഒരു അണ്ടർവെയർ, കാരണം മുണ്ടെടുക്കാൻ പോവാണ്, അണ്ടർവെയർ എടുക്കണം. ഞാൻ പുഴ വഞ്ചിയിലൊക്കെ കടന്ന് അപ്പുറത്തെത്തി ചാലക്കുടി മാർക്കറ്റിൽ ചെന്ന് റോട്ടിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഒരു നീല കളറുള്ള അണ്ടർവെയർ എടുത്തു. അങ്ങനെ അത് അണിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ആദ്യമായിട്ട് സെമിനാരി ഇന്റർവ്യൂവിന് വേണ്ടി പോവുക. അപ്പൻ കൂടെ വന്നു. ചാലക്കുടിയിൽ നിന്ന് KSRTC ബസ്സിൽ കയറി തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് കൊടകിലെത്തിയപ്പോ പെരുമഴയാണ്. ഈ മഴയത്ത് ചോർച്ചയുള്ള ബസ് നന്നായിട്ട് നനഞ്ഞു, വെള്ളം അടിച്ചു കയറി. അങ്ങനെ നനഞ്ഞ് വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് തൃശ്ശൂർ റൗണ്ടിൽ ചെന്ന് ബസ് ഇറങ്ങി. അപ്പൊ അപ്പം പറഞ്ഞു, എടാ ചതിച്ചല്ലോടാ എന്ന് പറഞ്ഞു. ഞാൻ പുറകിലോട്ട് നോക്കി കഴിഞ്ഞപ്പോ എന്റെ വെള്ളമുണ്ട് പുറകുവശം മുഴുവൻ നീല കളറിലാണ്. പക്ഷെ അപ്പൻ ഭയങ്കരമായിട്ട് ചിരി പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഈ ഡ്രസ്സിൽ തന്നെ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പോകണോ, നമുക്ക് തിരിച്ചു പോയിക്കോളാമോ? ഞാൻ പറഞ്ഞു മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ കയറി അവിടെ വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, കളർ പോകുമെന്നുള്ള വലിയ ബുദ്ധിയില്. അത് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് നീല കളറ് ഈ വെള്ളം മുണ്ടില് അങ്ങോട്ട് പടർന്നു. ഞാൻ ഇന്റർവ്യൂവിന് ചെന്നിരുന്നു. കുശാച്ചൻ ഈ എന്റെ വേഷവിധാനങ്ങൾ കണ്ടു. അതുപോലെ എന്നോട് ചോദിച്ചു, ഭോപ്പാൽ സാഗറിലെ മിഷൻ പ്രവർത്തനത്തിന് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ പക്വതയാകത്ത് ഇവനെ ഒന്നും ഞാൻ മിഷൻ പ്രദേശത്തേക്ക് വിടണില്ല, തൃശ്ശൂരൊക്കെയാണ് ഞാൻ വിട്ടേക്കാം എന്ന് പറഞ്ഞു. ഞാൻ കുശാച്ചനോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അപ്പൻ എന്റെ കൂടെ ഞാൻ തിരിച്ച് ഗേറ്റ് കടന്നു പോകുന്ന സമയത്ത് വൊക്കേഷണൽ പ്രൊമോട്ടറായിട്ടുള്ള ആന്റണി കുറ്റിക്കാട്ടച്ചൻ വന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് എന്താ കാണിച്ചേ? എന്റെ മോന് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ അനുവാദം കൊടുത്താണ്, അവന്റെ ഫ്രീഡത്തിൽ അവൻ ചെയ്ത ആദ്യത്തെ കാര്യമാണ് അച്ഛൻ എന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പം പറഞ്ഞു, അവന് ഞാൻ എടുത്തു കൊടുത്ത അണ്ടർവെയർ വളരെ ക്വാളിറ്റി കുറഞ്ഞ അണ്ടർവെയർ ആയതുകൊണ്ട് പറ്റി സംഭവിച്ച കാര്യമാണ് അച്ഛാ, എനിക്ക് വിഷമമൊന്നുമില്ല അവന്റെ സെമിനാറിൽ എടുത്തില്ലെങ്കിൽ. അങ്ങനെ കുറ്റിക്കാടച്ചനെ തിരിച്ചു കൊണ്ടുപോയി കുഷാച്ചിന്റെ അടുത്തിരുത്തി അദ്ദേഹത്തെ നിർബന്ധം കൊണ്ട് ഞാൻ സെമിനാറിൽ ചേർന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുക, അത് അച്ഛന്റെ മുമ്പിൽ പോലും എന്നെ കുറ്റപ്പെടുത്താവുന്ന ഒരു അപ്പന്റെ സ്ഥാനത്ത് അപ്പൻ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു അപ്പനെയാണ് ഞാൻ പിതൃദിനത്തിൽ ഓർമ്മിക്കുക. അതുകൊണ്ട് വളരെ ഫണ്ണി ആയിട്ടുള്ള കഥകൾ ഇവർ കാണിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ഫണ്ണിയും ആ ഫണ്ണി ആയിട്ടുള്ള സംഭവം നടന്നെടുത്ത് അപ്പന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലൊക്കെ എന്നെന്നും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഓർ മൈ ഫാമിലി ഈ നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് മൈ ഡാഡ്. എന്റെ പപ്പ ചെയ്ത സാക്രിഫൈസ്, എന്റെ പപ്പ ചെയ്ത പല പല കമ്മിറ്റ്മെന്റ്സ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ബിയോണ്ട് എവറിഥിങ്. പപ്പയുടെ അത്രയും അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്ന ആരെയും എനിക്ക് അങ്ങനെ അറിയില്ല. ചിലപ്പോ എനിക്ക് വിഷമാവും, പക്ഷെ ആ ഒരു അങ്ങനെ ദേഷ്യപ്പെട്ടോ അങ്ങനെ ചെയ്യുമ്പോ എന്റെ അടുത്ത് ആ കുറെ കാര്യങ്ങൾ ഞാൻ സമയത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് എന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്റെ എല്ലാ ഡിസിഷനിലും എന്റെ കൂടെ നിൽക്കുന്നതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും പപ്പ നോ പറയാറില്ല. എന്റെ ഡിസിഷൻസ് തെറ്റാണോ ശരിയാണെന്ന് അറിയില്ല. പപ്പ എപ്പോഴും ഇത് പറയാറില്ല, മൈ ഡോട്ടർ. അത് പറയാൻ എനിക്ക് മൊത്തത്തിൽ ടോട്ടലി കോൺഫിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് മുന്നോട്ട് പോവാം. Thank you for being there and thank you for making everything positive and happy. Even when life was serious, you were there to make it all light for me. So thank you. പപ്പയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം ഇതാണ്, എന്ത് ചെറിയ റെസ്പോൺസിബിലിറ്റി ഓർ വലിയ കാര്യമായാലും അത് ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്യുന്നതും അത് അതിന്റെ വഴിയിൽ നോക്കുന്നതും അത് കംപ്ലീറ്റ് ആവുന്നവരെ ഒരു 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 സമാധാനം ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണ് എന്റെ പപ്പ. അതാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അതാണ് എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്റെ പപ്പയുടെ കയ്യിൽ നിന്നുള്ളത്. Right from my childhood, right from falling asleep on the couch to magically waking up in the bedroom in the morning. So he has carried me and my brother the whole time. ഈ സമയത്ത് സയൻസ് എടുത്ത ഒരു സ്റ്റുഡന്റ് എഞ്ചിനീയറിംഗ് എടുക്കുന്നതായിരിക്കും ഒരു നോർമൽ ഒരു ഫ്ലോ പോകുന്നത്. പക്ഷെ ഞാൻ BSc എടുത്തു. അപ്പോൾ ഒരിക്കലും ചോദിച്ചില്ല എന്തിനാ BSc എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പിതൃദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ പിതാക്കന്മാർക്കും നേരാണ്. എല്ലാ പപ്പമാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാ പപ്പന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ.
Happy Father's Day. Happy Father's Day, Pappu. Happy Father's Day. All the best wishes and have a great one, Dad. To all the handsome dads out there, a happy Father's Day. Happy Father's Day, Daddy. Happy Father's Day.